മിനി സുഗതന്റെ രണ്ടാമത്തെ കവിതാ സമാഹാരമായ ദക്ഷിണ കോഴിക്കോട് നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. കവി പി ശ്രീധരനുണ്ണി പ്രകാശനം നിർവഹിച്ചു. ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് പുസ്തക പരിചയം നടത്തി. നാടകാചാര്യൻ NK കൃഷ്ണന്റെ മകൾ മിനി സുഗതന്റെ രണ്ടാമത്തെ കവിതാ സമാഹാരമായ ദക്ഷിണയാണ് കോഴിക്കോട് വെച്ച് പ്രകാശനം ചെയ്തത്. കവി പി ശ്രീധരനുണ്ണി പ്രകാശന കർമ്മവും ചടങ്ങിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. കവി മോഹനൻ പുതിയോട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവിയും പ്രഭാഷകനുമായ ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് പുസ്തക പരിചയം നടത്തി. നമുക്ക് യേശുദാസ് പാടുന്ന പോലെ ഒരു പാട്ടൊക്കെ പാടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. നമ്മൾ പാടി നോക്കിയാൽ ഇവിടെയൊക്കെ സംഗതി പോയിട്ടുണ്ടാവും ചിലപ്പോൾ, അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഒരു കവിതയുടെ അർത്ഥത്തിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കുറെ കാര്യങ്ങൾ വരാനുണ്ട്. മലയാളം മെയിനെടുത്ത് പഠിക്കുന്ന ആളുകൾക്ക് അറിയാം അതിന്റെ വിഷമം എന്താണ്. സംസ്കൃതം പഠിക്കണം, വൃത്തം എന്താണ്, ഛന്ദസ് എന്താണ്, അലങ്കാരം എന്താണ്, ഇതൊക്കെ പഠിക്കണം, വേണ്ടേ? പേരച്ചവും വിനയിച്ചവും പഠിക്കണം, അല്ലേ? തപസ്യ കലാസാഹിത്യ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അനൂപ് കുന്നത്ത്, കവി വാസു അരീക്കോട്, ബാലു പൂക്കാട്, എലത്തൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് പെരച്ചൻ മാഷ്, ചന്ദ്രമോഹൻ പാലത്തായി, മണി പി എലത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കവിതാലാപനവും നടന്നു. അത് കേട്ട് തലയാട്ടും തളിരില പോലും അറിയാതെ മിഴിവാർത്തു പോകുന്നുവല്ലോ. നിറയുന്നോരിരുളിൻ അലകളിൽ നിന്നും നിഴലുകൾ തമ്മിൽ മുഖം നോക്കി നിന്നു. പുലരുവാൻ ഇനിയില്ല നാഴികയെന്ന് പറയുന്ന കാറ്റിനും വ്യക്തതമിന്ന്. മതിവരാതെഴുതിയ കവിതകളെല്ലാം വഴികളിൽ വിതറിയ മണമറയുമ്പോൾ പകലിൻ ഇടനാഴികയ്ക്കപ്പുറത്തുള്ളൊരു പടിവാതിലിൽ കൂടി മായുന്നു രാത്രി. ഒരു ചെറിയൊരു കവിത ചൊല്ലിയതാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.